ഏതായാലും തച്ചമ്പാറ വരെ നടന്ന് അവിടുന്ന് മണ്ണാർക്കാട് കോളേജിലേക്ക് 2 വർഷം പോയി. അന്നും മണ്ണാർക്കാട് തച്ചമ്പാറ വഴിക്കും ബസ്സില്ല. 8:45 MEM ബസ്സുണ്ട്, MEUMS. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് അടുത്ത വണ്ടി. അപ്പോൾ 8:45 വണ്ടിക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അന്ന് കോളേജിൽ പോക്ക് സമയത്ത് എത്തില്ല. അങ്ങനെ ബസ്സില്ലാത്ത ദിവസങ്ങൾ മണ്ണാർക്കാട് വരെ നടന്നിട്ടാണ് പഠിച്ചിരുന്നത്. അങ്ങനെ 2 വർഷം മണ്ണാർക്കാട് കോളേജിൽ പഠിച്ചു, 67 to 69. പിന്നെ അവിടെ ഡിഗ്രി ക്ലാസ് ഇല്ല. 69 to 72 3 വർഷം ഒറ്റപ്പാലം NSS കോളേജിലാണ് പഠിച്ചത്, 1972 വരെ. ആ ഡിഗ്രി പാസ്സായ സമയത്ത് ബി.എഡിന് അപ്ലൈ ചെയ്യാൻ സമയം തെറ്റിയിരുന്നു. അപ്പോൾ അടുത്ത വർഷം അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ളൂ. അങ്ങനെ 74 to 75 ബി.എഡിന് തൃശ്ശൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ പഠിച്ചു. അങ്ങനെ എൻ്റെ പഠിത്തം അവസാനിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉദ്യോഗത്തിൻ്റെ ജൈത്രയാത്രയാണ്. 1975-76 ആദ്യമായിട്ട് എലപ്പുള്ളി ഹൈസ്കൂളിൽ മാഷായിട്ട് ജോയിൻ ചെയ്തു. അന്നത്തെ കാലത്ത് കണക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ല, എല്ലാ സ്കൂളും ഒഴിഞ്ഞു കിടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്സായ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എലപ്പള്ളി സ്കൂളിൽ ചേർന്നു. പക്ഷേ ആദ്യം എന്നെ വിട്ടത് 10ാം ക്ലാസ് പഠിപ്പിക്കാനാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള കുട്ടികൾ പലരും, അന്നൊക്കെ തോൽവി ഇന്നത്തെ പോലെയല്ല, 100% റിസൾട്ടൊന്നുമില്ല. 8, 9, 2, 3 കൊല്ലമൊക്കെ ഇരിക്കണം. അങ്ങനെ 75-76 എലപ്പള്ളി ഹൈസ്കൂൾ ആദ്യമായിട്ട് അധ്യാപകനായിട്ട്. അതിനുശേഷം 2 വർഷം കരിമ്പ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തത്. 75, 76, 77, 77, 78 2 വർഷം കരിമ്പ സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം വീടിനടുത്തല്ലേ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വരാം. അങ്ങനെ കാരാവർഷി 78 കാരാവർഷിയിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിച്ച 3 അധ്യാപകർ, 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് 2ലുമൊക്കെ പഠിപ്പിച്ച 3 അധ്യാപകർ പ്രൊമോഷൻ കിട്ടാതെ അപ്പോഴും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം എനിക്കുണ്ടായി, അവരെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അങ്ങനെ 78 ഞാൻ കാരാവർഷിയിൽ വന്നു. അന്ന് ആ കാലത്ത് ഹൈസ്കൂളിലൊക്കെ മിക്ക ആൾക്കാരും, തുടങ്ങിയ കാലത്ത് 100% തന്നെ പറയാം, അധ്യാപകരൊക്കെ പാലക്കാട്ടുകാരല്ല. എല്ലാം മറ്റുള്ള പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ എല്ലാം തെക്കുന്ന് വന്ന, തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തുനിന്ന് വന്ന അധ്യാപകരെ ടീച്ചേഴ്സുള്ളൂ. അപ്പോൾ ഇവിടെ പഠിച്ച കാരാവശ്യക്കാരനായിട്ട് ആരാ? ഞാൻ മാത്രമേ. ഞാൻ വാഴയമ്പലത്തൊരു മുഹമ്മദ് മാഷുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൻ്റെ 78 മുതൽ 23 വർഷം കാരാവശ്യ സ്കൂൾ ഗണിതാധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാരാവശ്യ പഞ്ചായത്തിലെ ഏതൊരു വീടെടുത്താലും ഞാൻ പഠിപ്പിക്കാത്ത ഒരു കുട്ടി പോലും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കാരാവശ്യ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഒരു വീടുണ്ട്. അവിടെ ആ മൂലയിലൊരു പറങ്കിമാവ് ഉണ്ടായിരുന്നു. അന്നത്തെ ഫ്രൂട്ട്സ് ഏതാ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്? പറങ്കിമാങ്ങയാണ്. വേറെ ഇന്നത്തെ പോലെ ആപ്പിളും മറ്റേ സൈലും മറ്റേ മാങ്ങ ഒന്നുമില്ല. അപ്പം അത് കാരണം ആ മാവിലേക്ക് കല്ലെറിയുന്ന സ്വഭാവം പഠിക്കുന്ന എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർ വന്നിട്ട് ഹെഡ് മാസ്റ്റർ അടുത്ത് കംപ്ലൈൻറ്റ് തരും, കുട്ടികൾ മാങ്ങ എറിയാണ്, അവരെ നിയന്ത്രിക്കണം, അവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയും. മാഷ അന്നത്തെ കാലത്ത് ശിക്ഷയും തന്നിരുന്നു. പക്ഷേ കുറേ വർഷത്തിന് ശേഷം ഞാൻ കാരാവശ്യ സ്കൂൾ ഹെഡ് മാഷായി വന്നപ്പോൾ ആ മാവ് വീട്ടുകാരും അവിടെയുണ്ട്. അവിടുന്ന് ഇതേ പരാതി അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ പരാതി വന്നപ്പോൾ എനിക്ക് വാസ്തവം ചിരിയാണ് വന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് മാങ്ങ എറിഞ്ഞ് തല്ലി കൊള്ളിച്ച അതേ ആളെന്നെ മാഷയിൽ തന്നെ ഇതേ ആൾക്കാർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ എന്തായാലും അസംബ്ലിയിൽ ഞാൻ ഈ കുട്ടികളെ
കുട്ടികളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിരിയായിരുന്നു. പണ്ട് ഞാൻ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തിയ അതേ പരാതി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കുട്ടികൾ എനിക്ക് പറയണല്ലോ, ഹെഡ് മാഷല്ലേ, പറയണല്ലോ അങ്ങനെ എറിയാൻ പാടില്ല, ചെയ്യരുത് എന്നൊക്കെ. എനിക്കത് വളരെ തമാശയായിട്ട് തോന്നി. പിന്നെ അന്നത്തെ കാലം എന്ന് പറയുന്നത് വളരെ പട്ടിണിയുള്ളൊരു കാലമാണ്. മിക്ക ആൾക്കാരും കുലത്തൊഴിലായിട്ടിങ്ങനെ പോയി ഒന്നുകിൽ കൃഷി, അല്ലെങ്കിൽ ആശാരികൾക്ക് ആശാരിപ്പണി, അങ്ങനെയുള്ള സ്വർണ്ണപ്പണി അങ്ങനെ പോകുന്ന ഒരു കാലമായിരുന്നു. ഇന്നത്തെ പോലെ വിദേശത്തല്ല അന്നത്തെ ആൾക്കാർ മുഴുവൻ നാട്ടിൽ തന്നെ കഴിഞ്ഞു കൊടുന്ന ഒന്നായിരുന്നു. അങ്ങനെ 2001-2002 പ്രൊമോഷൻ കിട്ടി. ഏതായാലും പാലക്കാട് ജില്ലയിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയതാണ്. ആദ്യം ഹെഡ് മാഷായിട്ട് പോയത് അഗളി സ്കൂളിലാണ്, അഗളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ. അവിടെ ഹയർ സെക്കൻഡറി പോയി. അപ്പോൾ ദിവസം അഗളി പോയി വരിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഗളി വരെ ദിവസം പോയി രാത്രി കിടന്നേ വരിക. അതുകൊണ്ട് തന്നെ അവിടെ ജോയിൻ ചെയ്ത് അന്ന് തന്നെ ട്രാൻസ്ഫറിന് വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ട്രാൻസ്ഫറിന് വന്നിട്ട് അട്ടപ്പാടി MRS ഉണ്ട്, മുക്കാലി തുടങ്ങിയ കാലമാണ്. ആദിവാസികൾക്ക് വേണ്ടി ഉള്ള ഒരു സ്കൂളാണ്. അവിടെ ഹെഡ് മാഷായിട്ട് പിന്നത്തെ ആ വർഷം അവിടെ നിന്നു. അതിന് ശേഷം കാരാകുറിശ്ശിയിൽ 2002 മുതൽ വന്നു. 2002 മുതൽ 2007 വരെ ഉള്ള കാലയളവിൽ ഹെഡ് മാഷായി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യവും സർവീസിൻ്റെ അവസാനവും എവിടെ തന്നെയാണ്? കാരാകുറിശ്ശി സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും കാരാകുറിശ്ശിയാണ്, അവസാനം പിരിഞ്ഞതും കാരാകുറിശ്ശിയിൽ നിന്നാണ്. അത് എൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. മറ്റാർക്കും കിട്ടാത്ത ഒന്നാണ്. ഏറ്റവും കൂടുതൽ കാലം കാരാകുറിശ്ശി സ്കൂൾ അധ്യാപകനായി വർക്ക് ചെയ്തു. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഹെഡ് മാഷായി വർക്ക് ചെയ്തു. കാലം കടന്നുപോയി, ബാല്യം കടന്നുപോയി, കൗമാര യൗവനം വിട്ടൊഴിഞ്ഞു. മധ്യവയസ്സിലായി ഞാനിപ്പോഴെന്നാലും എൻ മനസ്സിപ്പോഴും ബാല്യം തന്നെ. അന്നത്തെ നാളുകൾ ഞാനെന്നും എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും വീണ്ടും കന്നും കിടാങ്ങളും കാലിപൂട്ടുന്നോരും എല്ലാരും ഇന്ന് പോയി മറഞ്ഞു.